ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിടുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് രേണു സുധീനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റാണ്. ആക്ച്വലി ഞാൻ എയിം ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു കണ്ടന്റ് ഇടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം കിച്ചുവിന് നേരെ നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. സോ എനിക്കും എന്താ പറയുക, ഈ ഒരു ഇപ്പോൾ റീസെൻ്റ്ലി ഇന്ന് നമുക്കറിയാം, ഇന്നിപ്പോൾ രാത്രി 12 മണി ആയിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ. അപ്പോൾ ഇന്ന് കൂടുതലായിട്ടും എല്ലാവരും സംസാരിച്ചൊരു കാര്യമെന്ന് പറയുന്ന രേണു സുധിക്ക് ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാൻസറൊക്കെ ഉള്ള ആൾക്കാർ സംസാരിക്കുന്ന എന്താ പറയുക, ഈ പിക്ക് ലൈൻ എന്ന് പറയുന്ന സംഭവത്തിലൊന്നും നമുക്ക് തൊടാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്കധികം വേദനയാണ്. ഇവിടെ രേണു ആണെങ്കിലും പറയുന്നുണ്ട്, വേദനയാണെന്ന് പറഞ്ഞിട്ട് ആ കൈ കൊണ്ട് കാണിക്കുന്ന കുറേയധികം കാര്യങ്ങളാണ് ഇപ്പം എല്ലാവർക്കും രേണുവിന് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംഭവം. അതുപോലെ തന്നെ അടുത്ത വേറൊരു സംഭവമാണ് സീമ ജി നായരുമായിട്ട് ഓൾറെഡി എടുത്തൊരു ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് എഡിറ്റ് ചെയ്തിട്ട് ഹോസ്പിറ്റലിലെ ICU ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. സോ അതിനെതിരെ നമ്മുടെ ഷഫീന ബീബി കുറേ തെളിവുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് രേണുവിന് ആദ്യമായിട്ട് ഈ ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞൊരു നേഴ്സുണ്ട്. സോ അവരെ വെച്ചിട്ട് ഞാൻ അവരെ ഒരു ഫോൺ കോളും കാര്യങ്ങളും ഒക്കെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആക്ച്വലി ഇപ്പം ആ ഒരു നേഴ്സിനോട് ചോദിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അന്ന് അവർ ആ ഒരു വീഡിയോ ഇട്ടപ്പം ഞാൻ ഒരുപാട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരാൾക്കുള്ള ഒരു അസുഖം, ഒരു ക്യാൻസർ പോലൊരു സംഭവം അവരാണ് വന്ന് പബ്ലിക്കിൽ പറയേണ്ടത്, അല്ലാതെ മറ്റൊരാൾ വന്നല്ല പറയേണ്ടത്. അതും നേഴ്സായിട്ടുള്ള അവർ വന്ന് പറഞ്ഞതിനോട് ഞാൻ ഒരുപാട് എതിർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഈ ഒരു പ്രശ്നമൊക്കെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള, അല്ലെങ്കിൽ ഞാൻ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നേഴ്സിന് സത്യാവസ്ഥ അറിയാമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നെ പറ്റുന്നിടത്തോളം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ തന്നെ ഞാൻ എന്തായാലും വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ നേഴ്സ് ഇപ്പം, കാരണം നമുക്കറിയായിരുന്നു, അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം രേണു സുധി നേരത്തെ, അതായത് ഈ ഒരു അസുഖം വരുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട് തന്നെ രേണു സുധിക്ക് ഒരു ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിനകത്ത് കുറേ ആൾക്കാർ രേണു സുധീനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട്, നെഗറ്റീവ് പറയാൻ കുറേ ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഈ സജീന എന്ന് പറയുന്ന പുള്ളിക്കാരിയൊക്കെ ഈ മഞ്ജു ആൻ്റണി എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, രേണുവിനെ ഒന്ന് നെഗറ്റീവായിട്ടൊന്ന് റിയാക്ട് ചെയ്യൂ, അല്ലെങ്കിൽ ചെയ്ത ആൽബത്തിനെ ഒന്ന് നെഗറ്റീവായിട്ട് ചെയ്യൂ, അപ്പോൾ രേണുവിന് അത് റീച്ച് ആവും. സോ ഇവരൊരു നെഗറ്റീവ് പബ്ലിസിറ്റി നടത്താൻ വേണ്ടിയിട്ടൊരു വലിയ ഗൂഢാലോചനയും കാര്യങ്ങളും ഒക്കെ ഇവരുടെ പുറകിലുണ്ടായിരുന്നു. സോ ഈ ഒരു നേഴ്സിൻ്റെ അടുത്ത് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു പ്രചരണം നടത്തിയത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അസുഖവും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ. കാരണം ഇപ്പോൾ രേണു കാണിക്കുന്ന പല കാര്യങ്ങളും എന്ന് പറയുന്നത് ഒരു അസുഖമുള്ള ഒരാളെ പോലെ നമുക്ക് ഒരിക്കലും തോന്നത്തില്ല. കാരണം എന്താ പറയുക, ഒരു കീമോ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഇത്രയും ആക്റ്റീവായിട്ട് നടക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ പിക്ക് ലൈൻ ഇട്ട കൈ കൊണ്ട് കാണിക്കുന്നതൊക്കെ കാണണം. അതുപോലെ തന്നെ ആ കിച്ചു ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അച്ഛൻ്റെ ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അച്ഛൻ്റെയൊക്കെ ഇൻ്റർവ്യൂവിലൊക്കെ നമുക്ക് കേൾക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു മോട്ടീവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിച്ചു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിലേക്ക് പോവാണ്. അതാണ് ഇവരുടെയൊക്കെ പ്രശ്നം. അല്ലെങ്കിൽ കിച്ചുവിനെ ഡീമോട്ടിവേറ്റ് ചെയ്യണം, അതാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളറിയാം, ജൂഹി ജാൻ എന്ന് പറയുന്ന വ്യക്തി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേണുവിന് അതായത് സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കുറച്ച് കാര്യങ്ങളുമൊക്കെ, അതായത് ഗോൾഡ് സ്മഗ്ലിങ്ങുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ട്, അപ്പോൾ അതൊക്കെ വന്ന് പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യത്തിൽ ഇവരിങ്ങനെ പെട്ട് കിടക്കുകയാണ്. പക്ഷേ ഇവർ ഈ ഒരു ക്യാൻസർ എന്ന് പറയുന്ന ഒരു സംഭവത്തെ നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് ഈ ഒരു നേഴ്സിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ
ഉറപ്പായിട്ടും അവരിൽ നിന്ന് നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറ്റും. ഇവർ കണ്ടിട്ടാണോ, അല്ലെങ്കിൽ ഈ ഒരു റിസൾട്ട് അവർ പറഞ്ഞിരുന്നു അവിടെ ഒന്ന് മാമോഗ്രാം പെറ്റ് സ്കാൻ ചെയ്തിരുന്നു, അപ്പോൾ പെറ്റ് സ്കാൻ ചെയ്തതിൻ്റെ റിസൾട്ടാണ് അവർക്ക് ക്യാൻസർ ആണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞത്. അപ്പം എനിക്കിത് കൺഫേംഡ് ആണോ എന്നുള്ളത് അറിയാനാണെങ്കിൽ പുള്ളിക്കാരിനെ കണക്ട് ചെയ്താൽ നമുക്ക് എന്തായാലും മനസ്സിലാവാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ സീമാജി നായരുടെ കൂട്ടത്തിലെടുത്ത ഫോട്ടോ എന്തിന് AI വെച്ചിട്ട് ICUവിൽ നിൽക്കുന്ന പോലെ അവരെടുത്തു? അതപ്പോൾ ക്യാൻസർ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ ഇത് എന്തായാലും കിച്ചുവിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. ഈ ഒരു അസുഖം വന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്കറിയാം ഈ ഒരു അസുഖം വന്നപ്പോഴത്തേക്ക് രേണു എന്ന് പറയുന്നത് ഈ സബ്സ്ക്രിപ്ഷനിൽ വളരെയധികം നെഗറ്റീവ് അടിച്ച് ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യാത്ത ഒരു സ്റ്റേജിലായിരുന്നു. ആ ഒരു സ്റ്റേജ് ഭയങ്കര പെട്ടെന്ന് അങ്ങ് മാറുമായിരുന്നു ചെയ്തത്. കാരണം ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇപ്പം കിച്ചുവിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ പോലും ഇവരാണ് ഫസ്റ്റ് കൊണ്ടുവന്നത്. 11 വയസ്സ് മുതൽ ഞാൻ നോക്കിയ ഒരു കുട്ടി എന്നെ ഇപ്പം നോക്കുന്നില്ല എന്നുള്ളൊരു സംഭവം. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു വലിയ ഗൂഢാലോചന ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയിൽ ആ നേഴ്സ് സംസാരിച്ച കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഷഫീന ബീബിയുടെ അക്കൗണ്ടിൽ പുള്ളിക്കാരി വെച്ച ഒരു ഡോക്ടർ സംസാരിക്കുന്ന ഒരു കാര്യങ്ങളും ആ ഒരു 2 വീഡിയോസാണ് ഞാനിവിടെ വെക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു. ഞാൻ നിങ്ങളുടെ ഈ ഇത് വീഡിയോ വെക്കുന്നതിന് നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? വെക്കല്ലോ. ഓക്കെ, നിങ്ങൾ പറഞ്ഞോ. അല്ല, ഞാൻ പറയാം. അപ്പൊ ഉണ്ട് പെറ്റ് സ്കാനിങ്ങിന് വന്നയാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അനിയത്തി വിചാരിച്ച് പെറ്റെന്ന് വെച്ചാൽ അവിടെ പെറ്റിനെ കൊണ്ടങ്ങാന്ന് വന്നയാന്ന് വിചാരിച്ചു. അപ്പൊ ചോദിച്ചാൽ എന്താ വെച്ചപ്പോ അല്ല പെറ്റ് അവിടെ പരുമല ഹോസ്പിറ്റലിൽ അതിന് പെറ്റുണ്ടോ സ്കാൻ ചെയ്യാൻ? പെറ്റ് സ്കാനിങ് പെറ്റെന്നല്ല പറഞ്ഞു, പെറ്റ് സ്കാനിങ് എന്നല്ല പറഞ്ഞു. പെറ്റ് സ്കാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസർ ഉണ്ടോ അത് എത്രത്തോളം വ്യാപിച്ചു അറിയാമെന്നാണ് പെറ്റ് സ്കാനിങ്. അതൊക്കെ അപ്പൊ എന്റെ അനിയത്തി അടുത്താണ് ചേച്ചി ഇത് പറയുന്നത്. ഞാനെല്ലാം വിളിച്ചു, ഞാൻ അടുത്തിരിക്കുകയാണ്. അന്നേരം പറഞ്ഞു ഈ ദേവസ്വരി വന്നിട്ടുണ്ട്, പെറ്റ് സ്കാനിങ് വന്നിട്ടുണ്ട്. അപ്പൊ അവള് ചോദിച്ചു എന്താ അവിടെ പട്ടിയെ പൂച്ച. അപ്പൊ അതല്ല, ഇത് ക്യാൻസറിന്റെ ആണ്. ക്യാൻസറിന്റെ അത് എത്രത്തോളം വ്യാപിച്ചെന്നൊക്കെയാണ് ഇന്നാണ് റിസൾട്ട് വന്നത്. എന്താണ് അത് ഏത് ക്യാൻസർ ആണ് പുറത്ത് വിട്ടത്. അപ്പൊ ഓൾറെഡി എപ്പോഴാ ഒരു ചെക്കപ്പിന് വന്നത്? ഞാൻ എന്നാണ് ഈ മെസ്സേജ് ഇട്ടോ ഒരു മിനിറ്റ് ഞാൻ പറയാം. അവൾ ഒരാഴ്ച മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച വന്നായിരുന്നു. വന്നിട്ട് ആ റിസൾട്ടിനാണ് ഇപ്പം ചെന്നത്. ഇപ്പൊ വന്നത്. ഓക്കെ 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 ഫൈൻ. റിസൾട്ടിനാണ് അത് എന്നാണ് ട്യൂസ്ഡേ, കഴിഞ്ഞ ട്യൂസ്ഡേ. അപ്പം മൺഡേ ആണ് വന്നത്. കഴിഞ്ഞ മൺഡേ അത് ഷബീന ബീബി ഇട്ട ചാറ്റിനകത്തുണ്ട് കഴിഞ്ഞ ദിവസം എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ ഉണ്ട്. അപ്പൊ ഇത് പറയാൻ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ല. ഒന്നാമത്തെ കാര്യം എന്റെ അനിയത്തി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ അവൾ ആദ്യം ഇട്ടത് ഈ പറഞ്ഞിട്ട് രേണുസുധിയുടെ ഒരു കണ്ടന്റ് ആയിരുന്നു. കുറച്ചുനാൾ മുന്നേ ഇട്ടത്. നമ്മുടെ ചാനലിന്റെ പേരെന്തായിരുന്നു? ഞാനത് ഷെയർ ചെയ്യാം. അന്നേരം ഇത് കുറെ ആളുകൾ അവളെ. നിങ്ങളുടെ വീട് എവിടെയാ? ഞാൻ കായംകുളമാണ്. കായംകുളം സ്ഥലം ഒന്നും പറയണ്ടോ, ആളുകൾക്ക് മനസ്സിലാവും. അറിയാൻ വേണ്ടി ചോദിച്ചേ. പുള്ളിക്കാരി പബ്ലിക് ആക്കിയത് മൊത്തം. അപ്പൊ ഇവളെ കുറെ പേര് പിന്നീട് ഇങ്ങനെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴത്തെ ഞങ്ങൾ തന്നെ അവിടെ പറഞ്ഞ അടങ്ങി ഇനി വേണ്ട എന്നും പറഞ്ഞിട്ട് അവളെ മാറ്റി വെച്ചാൽ നമ്മൾ ഇപ്പൊ അങ്ങനെ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. ഈ രേണുസുധിയുടെ ഇട്ടപ്പെട്ട 2 ദിവസം കൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ 1K അപ്പുറമാണ്. റിയാക്ഷൻ വീഡിയോ ആയിരുന്നു ഇട്ട് തുടങ്ങി. അപ്പൊ ഈ രേണുസുധി തന്നെ ഇവളെ വിളിച്ച് ഇങ്ങനെ ഓരോ അനാവശ്യ വാക്കുകളൊക്കെ പറയാനൊക്കെ തുടങ്ങി. നമുക്ക് ആ ഒരു ഇതുണ്ട്. അപ്പോഴാണ് നമ്മൾ മാത്രം അറിഞ്ഞാൽ നമ്മളിത് അറിഞ്ഞിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവള് വീണ്ടും സ്റ്റോറി ഒക്കെ ആയിട്ട് ഒന്നും അറിയാത്ത മറ്റു. അപ്പൊ ഞങ്ങൾ തന്നെ അതിശയിച്ച് അയ്യോ ഇത് ക്യാൻസർ ആണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റുന്നു, എങ്ങനെ ഇങ്ങനെ സ്റ്റോറി ഇടാൻ പറ്റുന്നൊക്കെ. അപ്പോഴും ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോ പറഞ്ഞിരുമ്പോ ഇവൾ ആരെ അറിയിക്കാതിരിക്കുന്ന കാര്യ നമ്മുടെ ആ തെരത്താത്ത ഇടയ്ക്ക് ഒന്ന് പറയാൻ വേണ്ടിട്ട് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചുമ്മാ എല്ലാരും ഇരിക്കും. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതാക്കുന്നതല്ല. അപ്പൊ ചുമ്മാ ഈ ഇത്രയും ഒരു 3 മെസ്സേജ് ഞാൻ ഇട്ടുള്ളൂ. അപ്പൊ തന്നെ എന്റെ അനിയത്തി എന്റെ അടുത്ത് പറഞ്ഞാല് അതുലിന്റെ പേരിലൊക്കെ കുറെ മെസ്സേജ് ഇട്ടാണ്, അതിന്റെ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞു. അവളിത് ആരും അറിയാത്ത രീതിയിൽ അതുല് പറയുന്നത് ഇത് കുറെ ഒരാഴ്ചക്ക് മുമ്പ് കണ്ട് അവൻ അറിഞ്ഞാണെന്നല്ലേ പറയുന്നത്. അതെ അതെന്ന് വെച്ചാൽ ഇവള് ദുബായിലായിരുന്നപ്പോ ഇവർക്ക് ഇങ്ങനെ ഡൗട്ട് വന്നിട്ടാണ് പിന്നെ ഇവിടെ ട്രീറ്റ്മെന്റിനായിട്ട് വന്ന് ഇവര് വീണ്ടും ടെസ്റ്റ് ചെയ്തതാണത്.
ഹോസ്പിറ്റലിൽ വരുമ്പോ അവര് വീണ്ടും ടെസ്റ്റ് ചെയ്യുമല്ലോ അവരേതായിട്ടുള്ള ടെസ്റ്റിന്റെ റിസൾട്ട് ആണ് ഈ മൺഡേയിൽ വന്നത്. അവള് റിസൾട്ട് വാങ്ങാനാണ് വന്നത്. അതായത് അപ്പൊ ദുബായിൽ വെച്ച് ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് ആണോ പരിമല വന്നത്? അല്ലല്ല, പരിമലയിൽ അവര് ടെസ്റ്റ് ചെയ്തതാ. ടെസ്റ്റ് ചെയ്ത് അപ്പൊ ദുബായിൽ വെച്ച് ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് അതിൽ അറിഞ്ഞത്? ഇല്ല, അതിന്റെ എനിക്കറിയില്ല. അപ്പൊ ഇവർ ഈ ഷെഫീനെ അവിടെ കറക്റ്റ് പേര് പോലും എനിക്കറിയില്ല. ഷെഫീനെ അവർക്ക് മെസ്സേജ് ഇട്ടിട്ട് അതേ ടൈം ആ സെയിം മെസ്സേജാണ് ഞാനൊന്ന് ടൈപ്പ് ചെയ്തപ്പോ നീങ്ങി പോയതാണ്. ഒന്നില് രേമൂന്ന് വന്ന ഒന്നില് രേണൂന്ന്. അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് അതിന് മെസ്സേജ് ഇട്ടത്. അത് എനിക്ക് അതിന് എന്റെ അനീതിയാണ് പറഞ്ഞു തന്നിട്ട് ഇട്ടത്. അപ്പൊ ആ 3 മെസ്സേജ് അവിടെ കഴിഞ്ഞിട്ട് പിന്നെ ഈ ഷെഫീനാണ് എന്നെ കിടന്ന് വിളിച്ചത്. ഈ മെസ്സേജ് കണ്ടിട്ട് അവരെനിക്ക് ഹായ് ഇട്ട്, എനിക്ക് വാട്സപ്പ് മെസ്സേജ് ഇട്ട്. കേൾക്കുന്നുണ്ടോ? എനിക്ക് വാട്സപ്പ് മെസ്സേജ് ഇട്ട് എന്നെ ഒന്ന് വിളിക്കണേ. അപ്പൊ ഞാൻ തിരക്കിലായിട്ട് ഞാനിത് അന്നേരം കാണുന്നില്ല. അപ്പൊ ഇവരെനിക്ക് ഈ വാട്സപ്പിൽ ഇട്ടപ്പെട്ട് ഞാൻ എന്റെ ഡയറക്റ്റ് അവരൊരു സ്ത്രീയല്ലേ, അവർ ഇങ്ങനത്തെ വേല കാണിക്കുന്ന എനിക്ക് അറിയില്ലായിരുന്നു. ഞാനായിട്ട് മെസ്സേജ് ഇട്ടാണ് അങ്ങോട്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്താ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് അവരെന്നെ ഇതോട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോഴത്തെ എനിക്ക് കുറെ കോള് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഈ വാട്സപ്പിൽ അയക്കുമെന്ന് പറഞ്ഞത് ഞാൻ വാട്സപ്പ് കോൾ എടുത്തിട്ട് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെന്റെ പേര് വിളിച്ചാണ് സംസാരിച്ചത്. ഇൻസ്റ്റാഗ്രാമിൽ എന്റെ പേര് വിളിച്ചിട്ടാണ് സംസാരിച്ചത്. അപ്പൊ ഞാൻ അവർക്ക് തിരുത്തിയും കൊടുത്തിട്ട് അതെന്റെ നിക് നെയിം ആണ്, എന്റെ യഥാർത്ഥ പേര് ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പേര് തിരുത്തിയിട്ടാണ് സംസാരിച്ചത്. അപ്പൊ ഇവരെന്റെ അടുത്ത് അയ്യോ കാര്യം ഇതൊക്കെ പറയുന്നവരൊക്കെ ദേശിച്ചാലും അവര് ഇങ്ങനെ അസുഖം ഒന്ന് കേൾക്കുമ്പോൾ നമുക്കില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ട് അതാണ്, ഇനി അവരെ ഒന്നും ഇതാക്കണ്ട, അവർക്ക് ഇങ്ങനെ ഒരു അസുഖമാണ്, അത് ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവർ അടുത്ത ആരും ഒരാൾ നിൽപ്പുണ്ട്. ആരുടെ സംസാരിച്ചിട്ട് ഒരു മോളെ ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇവരെ വെച്ചിട്ട് പിന്നെ അവര് മെസ്സേജ് ഇട്ടതോ കാര്യങ്ങളോ ഒന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ എമർജൻസി വന്നതാണ് ഇവിടെ. അപ്പൊ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലൊക്കെ പോകുന്നതിന്റെ തിരക്ക് ഞാൻ ഈ വാട്സപ്പ് ഒന്നും നോക്കിയില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ചേച്ചി പറയുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ ന്യൂസ് സത്യമാണ്? പുള്ളിക്കാരിക്ക് ക്യാൻസർ ആണ്. അപ്പൊ സത്യമാണ്. അപ്പൊ ഇവരിത് കഴിഞ്ഞിട്ട് എന്നെ പിന്നെ എന്റെ വാട്സപ്പിൽ ഇവര് കോൾ ചെയ്തു. ഞാനിത് അന്നേരം സമയം ഞാൻ വാട്സപ്പ് നോക്കിയിരിക്കുന്ന ആളല്ല. ഞാൻ ഇവിടെ വന്നിട്ട് അറിയാം ആകെ 15 ദിവസത്തേക്ക് വന്നേ. അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം, എടുക്കണം. അപ്പൊ ഞാൻ ആ തിരക്കില് നടക്കുക. അപ്പൊ ഇവര് മെസ്സേജ് കാണുമ്പോൾ ചിലപ്പോ നമ്മളിപ്പോ നിൽക്കുമ്പോഴായിരിക്കും മെസ്സേജ് ഓപ്പൺ. അത് നമുക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇവരെന്നെ വാട്സപ്പിൽ കിടന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഇന്ന് അവർ എനിക്ക് മെസ്സേജ് ഇട്ട്. അപ്പൊ ഇന്നലെ എന്തോ മെസ്സേജ് ഇട്ട് ഞാൻ കണ്ടു മറക്കുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഓഫീസിൽ നിന്നല്ല എനിക്ക് ഫോൺ വരുന്നുണ്ട്, മെസ്സേജ് വരുന്നുണ്ട്. നമുക്ക് എനിക്ക് പകരം ഒരാളെ നിർത്തിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എനിക്ക് റിലീവർ ഉണ്ട്. ഈ പുള്ളിക്കാരൻ മെസ്സേജ് ഇടുന്നുണ്ട്, അതെല്ലാം എനിക്ക് മാനേജ് ചെയ്യണം. അതിന്റെ ഇടയ്ക്ക് ഇത് നോക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥ അല്ലായിരുന്നു. ഇന്നലെ ഞാൻ കണ്ടത് തുറക്കുന്നു. അപ്പൊ ഇന്ന് അവര് വീണ്ടും എന്നെ മെസ്സേജ് ഇട്ടേക്കും. അപ്പൊ ഞാൻ ഓപ്പൺ ആക്കിയിട്ട് ഞാൻ സോറി ഇട്ടാൽ ഞാൻ ഇത്തിരി ബിസി ആയിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇവർ എന്റെ അടുത്ത് ചോദിക്കാൻ എനിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടുമോ. അപ്പൊ ഇവർക്കൊരു ബോധമില്ലേ. നമ്മളിപ്പോ ഞാൻ ഇയാളുടെ അടുത്തൊരു കാര്യം പറയാനെങ്കിൽ ഇങ്ങനെ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് ആ ഒരു പോർഷൻ എനിക്കത് മനസ്സിലായ ഒരു കാര്യമാണ്. വിച്ച് എന്നെ പിന്നെ യൂസ് ചെയ്യാൻ നോക്കില്ലല്ലോ. നമ്മളിപ്പോ ഓക്കെ, ഞാനിപ്പോ വിച്ചിന്റെ ഞാൻ സ്ഥിരം വീഡിയോ കാണുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ വീഡിയോ ചെയ്യുമ്പോഴത്തേന് നമ്മൾ എന്ന് കണ്ടോണ്ടിരിക്കുമ്പോ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ട് ഓൾറെഡി നമ്മൾ ഏത് ഇത് വന്നാലും കാണും. നമ്മളെ ആ നേതൃത്വത്തിന്റെ കാര്യം അറിഞ്ഞ് ഇങ്ങനെയാണെന്നൊരു സംഭവം എല്ലാം നമ്മൾ പറയൂ. പക്ഷെ ഈ പുള്ളിക്കാരി എന്നെ പിന്നെ അതിലിട്ട് ഇതാക്കി വന്നത്. ഈ പുള്ളിക്കാരി പിന്നെ ചോദിക്കാം എനിക്ക് അതെ അവരെന്നെ കോൾ ചെയ്തെന്ന് പറഞ്ഞില്ലേ, ആദ്യം കോൾ ചെയ്തിട്ട് ഇവർ എന്റെ അടുത്ത് എടുത്തതായിട്ട് ചോദിക്കും. അതെ ഞാൻ പരിമലയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന്. ഇത് എനിക്ക് എങ്ങനെ അറിയാം? അപ്പോഴേ എനിക്ക് ഇവിടെ ഒരു സൈക്കോത്തരം മനസ്സിലായോണ്ട് ഞാൻ പോയ കിട്ടും ഏത് ഹോസ്പിറ്റലാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പരിമല മെഡിക്കൽ അവിടെ ആ ഒരു ഹോസ്പിറ്റലേ ഉള്ളെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരെന്റെ അടുത്ത് ചോദിക്കുക എടുത്തുവായാലും ഇവരെന്റെ അടുത്ത് വരെ ഉടായി പിറക്കല്ലേ. അപ്പൊ ഞാൻ ഉടായിപ്പോ ഞാൻ എന്തിനടുത്ത് ഉടായി പിറക്കുന്നത്? ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞതാണ്. ഇവര് പിന്നെ ലാസ്റ്റ് എന്റെ അടുത്ത് പറയാ 15 മിനിറ്റ് തരാം, അതിനുള്ളിൽ എനിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്നില്ലെങ്കിൽ ഞാന് എന്നൊരു ഭീഷണി പോലെ. അപ്പൊ ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം, ഞാൻ പെട്ടെന്ന് വൈറൽ ആവുമല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം മനസ്സിലായി. ഈ പറയുന്ന രോഗാവസ്ഥ എന്ന് പറഞ്ഞൊരു സാധനം കൺഫേം ആണ്. ഞാൻ നിങ്ങളുടെ ഈ വോയിസ് വെക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടോ? കാരണം നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം ഇങ്ങനെ ഒരു നെഗറ്റിവിറ്റി ഇവർ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലും രേണുവിന്റെ ഒരു അവസ്ഥയെ കുറിച്ച് അല്ല ഇത് നമ്മൾ തമ്മിൽ ഈ സംസാരത്തിനകത്ത് നമ്മൾ തമ്മിൽ സംസാരിച്ചതിനകത്ത് യാതൊരു കുഴപ്പമില്ല. ഞാൻ വേണമെങ്കിൽ ഈ സാധനം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. എനിക്ക് വാട്സപ്പിനകത്ത് ഒരു മെസ്സേജ് ഒന്ന് ഇടാവോ?
ഞാൻ അവര് എന്റെ വാട്സപ്പ് നമ്പർ എന്നെ എടുത്തിട്ട് പബ്ലിഷ് അറിയാം. അല്ലെന്ന്, ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നും അല്ലെന്ന്. ഞാൻ നിങ്ങളോട് അതെനിക്കറിയാം, അതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങനെ ആണെങ്കിൽ ഇപ്പൊ ഈ വോയിസ് എനിക്ക് നിങ്ങളോട് ചോദിക്കാതെ അങ്ങ് എടുത്തിട്ടാ പോരെ? ഞാൻ നിങ്ങളുടെ പെർമിഷൻ മേടിച്ചിട്ട് എടുത്തോളൂ. എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ അത്ര വിളിച്ചത്. ഞാൻ ആരെയും അങ്ങനെ വിളിക്കുന്നതല്ല, അതുകൊണ്ടാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചേ. ഗൈസ്, ഇതൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് എന്താ പറയുക, ഒരാൾക്ക് അസുഖമാണെന്ന് പറഞ്ഞ് അത്ര ചിരിച്ച് സന്തോഷിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. വളരെ സന്തോഷം, ഭയങ്കര ഹാപ്പി എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്നും ഇവരുടെ വോയിസ് വെളിയിൽ വന്നപ്പോൾ ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഒരാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ, അതും ഒരു നേഴ്സായ ഒരാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? സോ എന്തായാലും ഇതിൻ്റെയൊക്കെ പിന്നിൽ നല്ല രീതിക്കുള്ള ഗൂഢാലോചനയുണ്ട്. അതിൻ്റെ ഗൂഢാലോചന എന്ന് പറയാനായിട്ടുള്ളൊരു കാരണം എന്താന്ന് പറഞ്ഞാൽ അതും ഞാൻ വെക്കാം. നെഗറ്റീവ് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്, ബ്രസ്റ്റ് ക്യാൻസർ ആണ്. എനിക്ക് എന്ത് പറയുന്നത് വെച്ചാൽ ഇവര് ഫുൾ ക്യാൻസർ പേഷ്യൻസിനെ അപമാനിക്കുന്ന പോലത്തെ വീഡിയോസ് ഇത് ചെയ്യുന്നത്. സത്യം വേണം. എനിക്ക് ഇവരോട് എനിക്ക് പേഴ്സണലി ഒരു ഗ്രഡ്ജും ഇല്ല. അവർ കാശുണ്ടാക്കാൻ എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ, അത് അവര് ഞങ്ങൾ പുതിയ പ്രതികരിക്കുന്ന ഒരാളുമല്ല. പക്ഷെ ഇത് എന്ന് വെച്ചാൽ ഞാൻ എന്റെ അമ്മേനെയും അമ്മയ്ക്കുള്ള ആഴ്ചയും കീമോണ്ട്. അപ്പം അമ്മേനെയും കൊണ്ട് ഞാൻ, അമ്മന്ന് വെച്ചാൽ ഹസ്ബൻഡിന്റെ അമ്മയാണേ, അമ്മേനെയും കൊണ്ട് ഞാൻ എല്ലാ ആഴ്ചയും ആർസിസിയിലാണ് ട്രീറ്റ്മെന്റ്. ആർസിസിയിൽ പോകുന്ന ഒരാളാണ്. രാവിലെ നമ്മളൊരു 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ 6:30 ആകുമ്പോഴത്തേക്ക് നമ്മളിവിടെ ക്യൂലിപ്പാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒന്ന് ആലോചിച്ചു എന്തോരം ക്യാൻസർ പേഷ്യൻസ് കേരളത്തിലുണ്ടെന്നോ. ഇത്ര ഒരു സി ക്ലിനിക് ആർസിസില് ബ്ലഡ് ക്യാൻസറിന് വേണ്ടി സി ക്ലിനിക്ക് സെപ്പറേറ്റ് ക്ലിനിക് ഉണ്ട്. അവിടെ നിന്നാണ് അതിനുശേഷം നമ്മൾ അതിൽ പിക്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വെയിലിൽ കൂടി ഇട്ടിട്ട് ആട്ടിയുടെ സുപ്പീരിയർ വീനക്കാവയിലേക്ക് ഡയറക്റ്റ് ഉള്ളത് തിരിക്കത്ത് ട്യൂബാണ് ഈ താരം അമ്മയ്ക്ക് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എല്ലാ ആഴ്ചയും ക്രഷ് ചെയ്യണം. പിക്ലൈൻ ഇടുന്ന സമയത്ത് അവർ നമ്മളോട് പറയുന്നത് നമ്മുടെ തൊടാൻ പാടില്ലെന്നാ. അത് തൊടാൻ പാടില്ല, അത്രയും ഇൻഫെക്ഷൻ വരുള്ളൂ. കൈ വൃത്തി സാനിറ്റൈസ് ചെയ്ത് നമുക്ക് പിക്ലൈൻ ഇടുന്ന സമയത്ത് ഒരു കൂടെ ക്ലോറോക്സിഡിനും ഇതുപോലുള്ള സാനിറ്റൈസർ നമുക്ക് തരുവര്. അത് വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് മാത്രമേ തൊടാൻ പാടുള്ളൂ ഓരോ പ്രാവശ്യം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് തിങ്. ഓരോ പ്രാവശ്യം കീമോ, അമ്മയ്ക്കൊരു 3 മെഡിസിൻസ് വെച്ചിട്ട് അമ്മയുടെ കീമോ ചെയ്യുന്നത്. പ്ലസ് അതിന്റെ കൂടി ഛർദ്ദിക്കാതിരിക്കാനുള്ള മരുന്ന്, കാൻഡോപ്പ്, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പൊ ഈ ട്രിപ്പിൽ ഓരോ പ്രാവശ്യവും ഈ മെഡിസിൻസ് കൊടുക്കുന്ന സമയത്ത് സിസ്റ്റേഴ്സ്, അത് കീമോ വാർഡിൽ നിൽക്കുന്ന സിസ്റ്റേഴ്സ്, അവർ ഇട്ടേക്കുന്നതിന്റെ ഗ്ലൗസിന്റെ പുറത്തുകൂടി എക്സ്ട്രാ പുതിയ സർജിക്കൽ ഗ്ലൗസ് ഇടും. എന്നിട്ടാണ് ഈ സാധനം ഊരിയിട്ട് ഇത് കൊടുക്കുക. അത്രയും കെയർഫുള്ളി ഹാൻഡിൽ ചെയ്തൊരു സാധനം. അതാണ് ഈ ലേഡി ഇട്ടിട്ട് നമ്മുടെ മെഡിക്കൽ സയൻസിനെയും കൂടെ കളിയാക്കുന്ന രീതിയിൽ, അത് ഡോക്ടർ കൂടി ഞാൻ പറയുക, മെഡിക്കൽ സയൻസിനെയും കളിയാക്കുന്ന ഈ ലേഡി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഷഫീന ബീബിയുടെ ചാനലിൽ ഇത് വളരെ വ്യക്തമായിട്ട് അവർ കേൾപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫുള്ളായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് കണ്ടല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ടും രേണു എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് നോക്കുമ്പോൾ എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഡോക്ടറാണ് ഇപ്പോൾ പറയുന്നത്, മെഡിക്കൽ സയൻസിന് വരെ അല്ലെങ്കിൽ അതിനെ വരെ കളിയാക്കുന്ന രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. ഇവർ അസുഖമില്ലാതെയാണ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇവർക്കെതിരെ നമ്മൾ എന്തായാലും നീങ്ങും എന്നുള്ളൊരു രീതി തന്നെയാണ്. അപ്പം ആരെങ്കിലും ഇവരുടെ നാട്ടിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ എനിക്ക് ആ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരുടെ അടുത്ത്, അല്ലെങ്കിൽ ആൾക്കാരാരെങ്കിലും സത്യം പറയാൻ, അല്ലെങ്കിൽ കിച്ചുവിനെ കുറിച്ച് സത്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജുണ്ട്, ചഞ്ചൽ രാജു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. ചഞ്ചൽ വേൾഡ് ഉണ്ട്, ചഞ്ചൽ ഇതും ഉണ്ട്. അപ്പം അതിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാവുന്നതാണ്. സോ അതിനകത്ത് ഞങ്ങളുടെ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. സോ നമ്മളെ കണക്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നുണ്ട്. സോ മേ ബി എത്രത്തോളം പോസിബിൾ ആകുമെന്ന് അറിയത്തില്ല. കാരണം ഞങ്ങൾക്ക് വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് ട്രാവൽ ചെയ്ത് പോയിട്ട് അവിടുത്തെ ആൾക്കാരുടെ റെസ്പോൺസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാം. നമ്മൾ പേരോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ചാനലിലൂടെ വെളിയിൽ വിടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വെളിയിൽ വിടും, അല്ലാതെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ സത്യം അറിയണം. കാരണം
അതായത് ഇനി അങ്ങോട്ട് ജീവിതമുള്ളൊരു കുട്ടിയാണ് കിച്ചു എന്ന് പറയുന്നത്. സോ അതിനെ ഇങ്ങനെ ഇട്ട് കൊത്തിപ്പറിക്കുമ്പം, അതായത് ഒരു വൈദികനായിട്ടുള്ള ഒരു ബിഷപ്പ് പോലും അങ്ങനെ പറയുമ്പം അതിലേക്ക് സത്യം കൊണ്ടുവരണമെന്ന് എനിക്ക് അതിയായ ഒരു ആഗ്രഹമുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഡെയിലി രേണു സുധി അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള റിലേറ്റഡ് വീഡിയോസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. അത് ഇപ്പം എൻ്റെ വീഡിയോസിലൂടെ ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ അവനെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ആ സത്യം കൊണ്ടുവരാൻ എനിക്ക് കഴിയുവാണെങ്കിൽ അത് ഞാൻ ചെയ്യുന്നൊരു വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനി നാളത്തേക്ക് ഭാവിയുള്ള ആ ഒരു കുട്ടിയുടെ ലൈഫ് ഒരിക്കലും തകർന്നു പോകാൻ പാടില്ല. കാരണം ഇപ്പം നമ്മൾ അവനെ നോക്കുവാണെങ്കിൽ അവൻ്റെ യൂട്യൂബ് ചാനലാണെങ്കിലും അല്ലെങ്കിൽ അവൻ്റെ ബിസിനസ് ആണെങ്കിലും അതൊക്കെ വെച്ചിട്ട് ആരെയും ഒരു ദ്രോഹിക്കാതെ ജീവിച്ചു പോകുന്നൊരു കുട്ടിയാണ് അവൻ. അപ്പം ആ കുട്ടിക്ക് ഇത്രയും അധികം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പം നമ്മൾ എന്തായാലും പ്രതികരിക്കുക തന്നെ വേണം. ആസ് എ ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സംഭവം ചെയ്യുമ്പം ഞാൻ അതിൻ്റെ സത്യം കൊണ്ടുവരാനായിട്ട് എന്തായാലും ഇതിൻ്റെ മുന്നോട്ട് ഇറങ്ങാൻ വേണ്ടി തന്നെ ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും കണക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഒന്ന് കണക്ട് ചെയ്യുക. നമ്മുടെ കോൺടാക്റ്റ് നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒന്ന് പറയുക. അല്ലെങ്കിൽ ഞങ്ങൾ പറ്റുന്നിടത്തോളം ഞങ്ങൾ അവിടെ വന്ന് ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. സോ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ഗൈസ്.